എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൺഫ്യൂഷൻ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരേപോലുള്ള സാധനങ്ങൾ, അതായത് മുളക്, പയർ, വെണ്ടയ്ക്ക ഇങ്ങനെയൊക്കെ നടുമ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ അതിൻ്റെ പേരെന്താണെന്നുള്ളത് നമ്മളങ്ങ് മറന്നു പോകും, ചിലപ്പം വിട്ടുപോകും, ചിലപ്പം മാറിയായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറേ മുളക് നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീൽസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പിന്നെ വെള്ള കാന്താരി ആണെന്നാണ് ഞാനൊരു മുളക് കാണിച്ചപ്പോൾ കഴിഞ്ഞ റീൽസിലും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ റീൽസിന് തൊട്ട് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് വെള്ള കാന്താരി അല്ല മുല്ലമൊട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഒരു ഡൗട്ട്, എന്താണിത്, വെള്ളക്കാന്താരിയാണോ അതോ ഇനി മുല്ലമൊട്ടാണോ എന്നുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ കറക്റ്റായിരുന്നു അവർ പറഞ്ഞത്, കമൻറ്റ് കറക്റ്റായിരുന്നു. അപ്പോൾ ഇത് മുല്ലമൊട്ട് തന്നെയാണ്, വെള്ളക്കാന്താരി അല്ല. അപ്പം എൻ്റെ ഡൗട്ട് തീർക്കാനായിട്ട് എൻ്റെ കയ്യിൽ വെള്ളക്കാന്താരി വേറെ നിപ്പുണ്ട്, രണ്ടും കൂടെ വെച്ച് നമ്മളങ്ങനെ ഇതിങ്ങനെ ഡൗട്ട് കേട്ടപ്പോഴാണ്, കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്കും ഒരു ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നിയത്. ഈ മുല്ലമൊട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തുണ്ടല്ലോ, ഈ മുളകിൻ്റെ അടിഭാഗത്ത് നമ്മുടെ എല്ലാം കൂമ്പ് മാതിരിയാണ്. അടിഭാഗത്ത് നല്ല വണ്ണമായിരിക്കും, മേലോട്ട് പോകുന്നതോറും വണ്ണം കുറഞ്ഞു ഇരിക്കും. അപ്പോൾ ഇവിടെ ഞാനിത് ഈ പിന്നെ മുല്ലമൊട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ചട്ടിക്കകത്തോടെ നട്ടിട്ടുണ്ട്. എല്ലാം നന്നായിട്ടാണ് പിടിച്ചിരിക്കുന്നത്, കാണാൻ നല്ല ഭംഗിയാണ്. ഇഷ്ടം പോലെ മുളകും പിടിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇലകളൊന്ന് പഴുക്കുമെന്നുണ്ടെങ്കിലും പിന്നെ ആ ഇലയൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയിട്ട് നല്ലതായിട്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. ഇഷ്ടം പോലെ ബൾബ് കത്തിച്ച മാതിരി മുളകൊക്കെ പിടിക്കുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് മഞ്ഞ കളറൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിക്കകത്തുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, എപ്സം സാൾട്ട് 1 സ്പൂൺ എടുത്തിട്ട് കലക്കി ഈ ചെടികളുടെയൊക്കെ ഇലയിലും ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ മുളകിൻ്റെയും ഈ മഞ്ഞളിപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വളം അവർക്ക് കൊടുക്കാൻ തോന്നും. അതുകൊണ്ടാണോ നിറയെ പിടിച്ച് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നന്നായിട്ട് കായ എന്തായാലും പിടിക്കുന്നുണ്ട്. ഞാൻ അരി കഴുകുന്ന വെള്ളവും അതുപോലെ മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം, പിന്നെ മാവൊക്കെ അരയ്ക്കുമ്പോൾ അത് കഴുകുന്ന വെള്ളം, ഇങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും നല്ല തഴപ്പുണ്ട്. പിന്നെ ചാണകം ഒക്കെ എടുക്കുമ്പോൾ ചാണകം കലക്കി ഒഴിക്കാറുണ്ട്, സൂഡോമോണസും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്, ഫിഷ് അമന ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ആഴ്ചയിൽ 1, 2, 3 വെട്ടമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ പച്ചമുളക് നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ മുല്ലമൊട്ടിൻ്റെ വിത്തുകളുണ്ട്, പച്ചക്കാന്താരിയുടെ, വെള്ളക്കാന്താരിയുടെ ഉണ്ട്, റോയൽ ബ്ലാക്ക് മുളകുണ്ട്. അങ്ങനെ കുറേ പച്ചമുളകിൻ്റെ വേറെ പല ഇനങ്ങളുണ്ട്. ഒരു 10-12 ടൈപ്പ് പച്ചമുളകിൻ്റെ വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിച്ച് നടാവുന്നതാണ്. ഇപ്പം ഞാനിത് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെള്ളക്കാന്താരി എങ്ങനെയായിരിക്കുന്നതെന്ന് കൂടെ ഒന്ന് കണ്ടാലോ. ഇത് വെള്ളക്കാന്താരിയാണ്, കുറച്ച് കാലമായിട്ട് നട്ട് നിൽക്കുന്ന ഒരു വെള്ളക്കാന്താരിയാണ്. ഇതിങ്ങനെ വളർന്ന് ഇത്രയും പൊക്കത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കരുതി പുതിയ ചട്ടിക്കകത്തൊക്കെ വെച്ചതുകൊണ്ട് വളക്കൂറും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ആ ചട്ടിയിൽ നിൽക്കുന്നതായ മുളക് അത്രയും വണ്ണമുള്ളതൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേങ്കിൽ ഡൗട്ട് നമുക്ക് ഇപ്പോഴാണ് ക്ലിയർ ആയത്. അപ്പം നമ്മുടെ വെള്ളക്കാന്താരിക്ക് ഇത്രയും കനയൊക്കെ കാണത്തുള്ളൂ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പിടിച്ചു വരുന്നുണ്ട്. അത് അടിമുടിയൊക്കെ ഒരേപോലെ ഇരിക്കത്തേ ഉള്ളൂ, ഇതേപോലെ ചക്കപ്പൊന്തനായിട്ട് ഇരിക്കത്തില്ല, കണ്ടോ. പക്ഷേ എങ്കിൽ ഗുണം രണ്ടിൻ്റെയും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് ഞാനിവിടെ ചമ്മന്തിക്കും എല്ലാത്തിനും ഞാൻ എടുക്കുന്നതാണ് ഈ മുല്ലമൊട്ടെന്ന് പറയുന്നത്. മുളക് പൊടിയൊക്കെ കുറച്ചിട്ട് എല്ലാത്തിനും ഈ പച്ചമുളക്, കാന്താരിയും ഈ മുല്ലമൊട്ടുമൊക്കെയാണ് ഞാൻ ചേർക്കാറുള്ളത്. ഈ 2 പേരും കൂടെ എന്തൊക്കെ കഴിക്കണമെന്നും പറഞ്ഞാൽ നടക്കുന്നത്. മുളക് വേണോ എന്നാ, നല്ല എരിയുള്ള മുളകാടി എന്നാ. അപ്പോൾ നമ്മുടെ കാന്താരി മുളകൊക്കെ ഒരുപാട് വർഷം ചെന്നയാണെന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ 2-3 വർഷം ചെന്നയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കെയർ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളതായ മുളക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ പച്ചക്കറി മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം കാലമൊന്നും നിൽക്കുന്നില്ല. പണ്ടത്തെ കൂട്ടൊന്നും അല്ല. പണ്ടൊക്കെ ആണെങ്കിൽ കുറേ കാലം നിന്നിട്ട് നമുക്കതിൽ നിന്ന് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ, കൂടിപ്പോൾ 1 വർഷമൊക്കെ നിന്നിട്ട് അത് പട്ടുപോവുകയാണ് ചെയ്യുന്നത്. കാന്താരി അങ്ങനെയല്ല, കുറേ കാലം നമുക്ക് നിന്നിട്ട് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കൈവശമുള്ള വളങ്ങളൊക്കെ നിങ്ങളതിനകത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റും കോഴിവളം, ചാരം ഒക്കെ കൊണ്ടുവന്ന് കലക്കി ഇതിനകത്തൊക്കെ ഒഴിക്കാമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം വെള്ളക്കാന്താരിയുടെയും മുല്ലമൊട്ട് മുളകിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്കും എന്തായാലും വ്യത്യാസം മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.